ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ഹോസ്പിറ്റൽ ഫാർമസിയിലെ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ആ ഹോസ്പിറ്റലിലെ തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ഡ്രഗ്സ് എൻഷുർ ചെയ്യേണ്ടത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ഡ്രഗ്സ്, റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സ്, അതൊക്കെ പ്രോപ്പറായി നടക്കുന്നതിന് ആവശ്യമായ പോളിസീസ് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം റാഷണൽ ഡ്രഗ് യൂസുമായി ബന്ധപ്പെട്ടിട്ട് തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ഡ്രഗ് യൂസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മാറ്റേഴ്സിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആവശ്യമായ റെക്കമെൻഡേഷൻസ്, സജഷൻസ്, അഡ്വൈസ് കൊടുക്കുക എന്നുള്ളത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. ദ ഹോസ്പിറ്റൽ ആസ് എൻ ഓർഗനൈസേഷൻ responds to the rational use of drugs by constituting a committee which formulates policies regarding the therapeutic use of drugs in the hospital. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിന് ആവശ്യമായ എല്ലാ പോളിസീസും എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പോളിസീസും ഫ്രെയിം ചെയ്യുന്നത് ആരാണ്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഇപ്പൊ റാഷണൽ ഡ്രഗ് യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള, സേഫ് യൂസ് ഓഫ് ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള, തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസ് ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഇസ് എ പോളിസി ഫ്രെയിമിംഗ് ആൻഡ് റെക്കമെൻഡിംഗ് ബോഡി ടു ദ മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ ഓൺ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദ തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ഡ്രഗ്സ്. ഹോസ്പിറ്റൽ സ്റ്റാഫിന്, മെഡിക്കൽ സ്റ്റാഫിന് തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, അപ്പൊ അവർക്ക് ആവശ്യമുള്ള, ഹോസ്പിറ്റൽ സ്റ്റാഫിനും മെഡിക്കൽ സ്റ്റാഫിനും പ്രോപ്പർ ആയിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്നതിന് ആവശ്യമായ പോളിസീസ് ഫ്രെയിം ചെയ്യുന്ന, അവർക്ക് ആവശ്യമായ റെക്കമെൻഡേഷൻസ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ഫിസിഷ്യൻ ഉണ്ടായിരിക്കും, ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും, മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ഉണ്ടായിരിക്കും. അപ്പൊ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ കോമ്പസിഷനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും സ്ലൈഡ്സിൽ നോക്കാം. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ഹോസ്പിറ്റലിലെ തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ഡ്രഗ്സ് അല്ലെങ്കിൽ റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സ് പ്രോപ്പർ ആയി നടക്കുന്നതിന് ആവശ്യമായ പോളിസീസ് ഫ്രെയിം ചെയ്യുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. സോ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് തന്നെ. അതൊരു പോളിസി ഫ്രെയിമിംഗ് കമ്മിറ്റിയാണ്, ഒരു റെക്കമെൻഡിംഗ് ബോഡിയാണ്. മെഡിക്കൽ സ്റ്റാഫിന്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റേഴ്സിൽ അഡ്വൈസ് നൽകുന്നതും അവർക്ക് ആവശ്യമായ റെക്കമെൻഡേഷൻസ് നൽകുന്നതുമെല്ലാം ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. അതിനകത്ത് ഫിസിഷ്യനും ഫാർമസിസ്റ്റും മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ഒക്കെയാണ് ഉണ്ടാവുക ആ ഒരു കമ്മിറ്റിയിൽ. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയെ പറയുന്ന മറ്റു പേരുകളാണ് ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഫാർമക്കോ തെറാപ്പി കമ്മിറ്റി, ഫോർമുലറി കമ്മിറ്റി, റാഷണൽ ഡ്രഗ് യൂസ് കമ്മിറ്റി. ഓർത്തോളുക, ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്നറിയപ്പെടുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി തന്നെയാണ്. ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഫാർമക്കോ തെറാപ്പി കമ്മിറ്റി, ഫാർമക്കോ തെറാപ്പി കമ്മിറ്റി, ഫോർമുലറി കമ്മിറ്റി, ഫോർമുലറി കമ്മിറ്റി, റാഷണൽ ഡ്രഗ് യൂസ് കമ്മിറ്റി. ഇതൊക്കെ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ മറ്റ് പേരുകളാണ്. ഇനി നമുക്ക് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വൈസറി, എഡ്യൂക്കേഷണൽ, ഡ്രഗ് സേഫ്റ്റി ആൻഡ് അഡ്വേഴ്സ് ഡ്രഗ് മോണിറ്ററിംഗ്. അപ്പൊ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? അഡ്വൈസറി റോൾ വരുന്നുണ്ട്, എഡ്യൂക്കേഷണൽ റോൾ വരുന്നുണ്ട്, ഡ്രഗ് സേഫ്റ്റി ആൻഡ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മോണിറ്ററിംഗ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അഡ്വൈസറി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള, റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഹോസ്പിറ്റലിന് ഉണ്ടായേക്കാവുന്ന എല്ലാ പ്രോബ്ലംസിനും ആവശ്യമായ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. അതിനാവശ്യമായ പോളിസീസ് ഫ്രെയിം ചെയ്യുക, അതിനാവശ്യമായ പോളിസീസ് അഡോപ്റ്റ് ചെയ്യുക എന്നൊക്കെ ചെയ്യുന്നത്, എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. അപ്പൊ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ അഡ്വൈസറി റോൾ ആണ് അഡോപ്ഷൻ ഓഫ് പോളിസീസ്, അഡോപ്ഷൻ ഓഫ് പോളിസീസ്
or assist in the formulation of broad professional policies regarding evaluation, selection and therapeutic use of drugs in hospital. Therapeutic use of drugsമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസ് അഡോപ്റ്റ് ചെയ്യുക, അത് നടപ്പിലാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഹോസ്പിറ്റൽ പേഷ്യന്റ് കെയർ ഏരിയാസിൽ ഏതൊക്കെ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻസ് പറയുന്നതും ആരാണ്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു എഫക്റ്റീവ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വേണം എന്നുള്ളതും അത് പ്രോപ്പറായി കൺട്രോൾ ചെയ്യണം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം, അങ്ങനെയുള്ള സജഷൻസ്, അങ്ങനെയുള്ള അഡ്വൈസ് ഫാർമസിക്ക് കൊടുക്കുന്നതും ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. അപ്പോ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ അഡ്വൈസറി റോളിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ഫാർമക്കോ തെറാപ്യൂട്ടിക് യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വൈസസ്, സജഷൻസ്, റെക്കമെൻഡേഷൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്, മെഡിക്കൽ സ്റ്റാഫിന് നൽകുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസ് അഡോപ്റ്റ് ചെയ്യുകയും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഹോസ്പിറ്റൽ പേഷ്യന്റ് കെയർ ഏരിയാസിൽ ഏതൊക്കെ ഡ്രഗ്സ് സ്റ്റോക്ക് ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻസ് നൽകുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഹോസ്പിറ്റലിന് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എഫക്റ്റീവായി നടത്തുകയും എഫക്റ്റീവായി കൺട്രോൾ ചെയ്യുകയും വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള അഡ്വൈസ് ഫാർമസിക്ക് കൊടുക്കുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. അപ്പൊ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ അഡ്വൈസറി ഫംഗ്ഷനിൽ വരുന്നത് ഇതൊക്കെയാണ്. നെക്സ്റ്റ് എഡ്യൂക്കേഷണൽ റോൾ എന്താ നോക്കാം. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ് മെഡിക്കൽ സ്റ്റാഫിനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും, അതായത് ഫിസിഷ്യൻസിന്, നഴ്സിന്, ഫാർമസിസ്റ്റിന്, അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ആവശ്യമായ എല്ലാ രീതിയിലുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസും ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ആരാണ്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറന്റ് അപ്ഡേറ്റഡ് നോളജ് ഫാർമസിസ്റ്റിനും ഫിസിഷ്യൻസിനും അതർ മെഡിക്കൽ ഹെൽത്ത് കെയർ പ്രാക്ടീഷണേഴ്സിനും എല്ലാം നൽകുന്നത്, അവർക്ക് ആ നോളജ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷണൽ സ്കീംസ് ഡെവലപ്പ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒക്കെ ആരാണ്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായേക്കാവുന്ന അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് റിവ്യൂ ചെയ്യുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഹോസ്പിറ്റലിന് ആവശ്യമായ ഡ്രഗ് ഫോർമുലറി ഡെവലപ്പ് ചെയ്യുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഡ്രഗ് ഫോർമുലറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഡ്രഗ്സിന്റെ ലിസ്റ്റ് ആണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിന് ഏതൊക്കെ തരത്തിലുള്ള ഡ്രഗ്സ് ആണ് വേണ്ടത്, ആ ഒരു ഡ്രഗ് ലിസ്റ്റ്, ഇപ്പൊ എമർജൻസി കെയറിന് ആവശ്യമായ ഡ്രഗ് ലിസ്റ്റ്, പേഷ്യന്റ് ബെഡ് സൈഡിലേക്ക് ആവശ്യമായ ഡ്രഗ് ലിസ്റ്റ്, ചാർജ് ആൻഡ് നോൺ ചാർജ് ഡ്രഗ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും പ്രിപ്പയർ ചെയ്യുന്നത്, അതൊക്കെ അടങ്ങിയിട്ടുള്ള ഹോസ്പിറ്റൽ ഫോർമുലറി ഓഫ് ഡ്രഗ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡ്രഗ് സേഫ്റ്റി ആൻഡ് അഡ്വേഴ്സ് ഡ്രഗ് മോണിറ്ററിംഗ് ആണ്. അപ്പൊ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ആണ് ഡ്രഗ് സേഫ്റ്റി എൻഷുർ ചെയ്യുക, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മോണിറ്റർ ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെക്കമെൻഡഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് ഉറപ്പുവരുത്തുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. അവരതൊക്കെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗ്സിന്റെ സേഫ്റ്റി, എഫിക്കസി, ഓവറോൾ തെറാപ്യൂട്ടിക് കോസ്റ്റ് വാല്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതും അതിൽ ആവശ്യമായ സജഷൻസ്, റെക്കമെൻഡേഷൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് നൽകുന്നതുമെല്ലാം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള തെറാപ്പി വേണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് നൽകുന്നതെല്ലാം ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. അഡ്വേഴ്സ് ഡ്രഗ് ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള ഫർദർ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. അപ്പോൾ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഡ്രഗ് സേഫ്റ്റി ഉറപ്പുവരുത്തുക, അഡ്വേഴ്സ് ഡ്രഗ് മോണിറ്ററിംഗ് ചെയ്യുക, ഫാർമസി സ്റ്റാഫിനെ, ഹോസ്പിറ്റൽ സ്റ്റാഫിനെ, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, കറന്റ് അപ്ഡേറ്റഡ് നോളജ് ഓഫ് ഡ്രഗ്സിനെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക. അതുപോലെ അഡ്വൈസറി റോള്, ഫാർമസിക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ പ്രോപ്പറായി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള പോളിസീസ് അഡോപ്റ്റ് ചെയ്യണം, അത് എങ്ങനെയൊക്കെ നടപ്പിലാക്കണം, ആ രീതിയിലുള്ള അഡ്വൈസസ് ഒക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും മെഡിക്കൽ സ്റ്റാഫിനും നൽകുക, അതൊക്കെ ചെയ്യുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്.
It has advisory role in all matters relating to rational and safe use of drugs in the hospital. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു ഹോസ്പിറ്റലിലെ റാഷണൽ ആൻഡ് സേഫ് യൂസ് ഓഫ് ഡ്രഗ്സിന് ആവശ്യമായ അഡ്വൈസസ് നൽകുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ്. ഹോസ്പിറ്റൽ ഫോർമുലറി ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ്. ഒരു ഹോസ്പിറ്റലിലെ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ, അഡ്മിനിസ്ട്രേഷൻ, യൂസ് ഓഫ് മെഡിക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വരുന്ന ക്വാളിറ്റി അഷുറൻസ് ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഒരു ഫംഗ്ഷൻ ആണ്. ഡ്രഗ് സേഫ്റ്റി, എഫിക്കസി ഉറപ്പുവരുത്തുക, അത് റിവ്യൂ ചെയ്യുക എന്നുള്ളത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫംഗ്ഷൻ ആണ്. ഹോസ്പിറ്റൽ വാർഡിലേക്ക്, എമർജൻസി കെയറിലോട്ട്, അതുപോലെ ചാർജ് ആൻഡ് നോൺ ചാർജ് ഡ്രഗ്സ്, അതിന്റെയൊക്കെ ആ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫംഗ്ഷൻ ആണ്. ഒരു ഹോസ്പിറ്റലില് കോസ്റ്റ് എഫക്റ്റീവ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺട്രോൾ പ്രൊസീജിയേഴ്സ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ അഡ്വൈസസ് ഫാർമസിക്ക് നൽകുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. കോസ്റ്റ് എഫക്റ്റീവ് ഡ്രഗ് തെറാപ്പി നടപ്പിലാക്കുന്നതിന് ആവശ്യമായ പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫിന് ഡ്രഗ് യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്ത് നൽകുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ കോമ്പസിഷൻ ആണ്. നമ്മൾ ആദ്യം പഠിച്ചു ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ഒരു ഫിസിഷ്യൻ ഉണ്ടായിരിക്കും, ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും, നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടായിരിക്കും, മറ്റ് മെഡിക്കൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്നുള്ള മെമ്പേഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എത്ര ഫിസിഷ്യൻ വേണം. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ അറ്റ്ലീസ്റ്റ് 3 ഫിസിഷ്യൻ എങ്കിലും ഉണ്ടായിരിക്കണം. ഒരു ഫാർമസിസ്റ്റ് വേണം, ഒരു നഴ്സ് റെപ്രസെന്റേറ്റീവ് വേണം, അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വേണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു എക്സ് ഒഫീഷ്യോ മെമ്പർ ആയാലും മതി. ഓക്കെ, അപ്പൊ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ കോമ്പസിഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് അറ്റ്ലീസ്റ്റ് 3 ഫിസിഷ്യൻ എങ്കിലും വേണം, ഒരു ഫാർമസിസ്റ്റ് വേണം, ഒരു നഴ്സ് റെപ്രസെന്റേറ്റീവ് വേണം, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വേണം. അപ്പൊ ഇതിനകത്ത് ഫിസിഷ്യൻ ആണ് ചെയർമാൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ഫാർമസിസ്റ്റ് ആണ് സെക്രട്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മീറ്റിംഗിന് ആവശ്യമായ അജണ്ട പ്രിപ്പയർ ചെയ്യുന്നതും മെറ്റീരിയൽസ് സപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? ഫാർമസിസ്റ്റ് ആണ്, സെക്രട്ടറി ആണ്. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി വർഷത്തില് 6 തവണയെങ്കിലും കൂടിയിരിക്കണം. 6 തവണയെങ്കിലും അവരുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് ഹോസ്പിറ്റലിനകത്ത് തന്നെയുള്ള ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള, നോളജബിൾ ആയിട്ടുള്ള ഒരാളെയോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് പുറത്തുള്ള ഡ്രഗ് യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഡ്രഗ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോളജ് ഉള്ള, എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള ഒരാളെ ആ മീറ്റിംഗിലോട്ട് ഇൻവൈറ്റ് ചെയ്യുകയും അയാളുടെ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ്. റോൾ ഓഫ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഇൻ ഡ്രഗ് സേഫ്റ്റി. ഡ്രഗ് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിൽ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ റോൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. Drug safety includes responsibility from the dispensing of drugs to the drug administration and observe possible adverse effects. ഇപ്പൊ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഡ്രഗ് സേഫ്റ്റിയിലുള്ള റോളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡ്രഗ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റിന് ഒരു ഡ്രഗ് ഡിസ്പെൻസ് ചെയ്തു, അയാൾ അത് അഡ്മിനിസ്റ്റർ ചെയ്തു, അയാൾക്ക് അഡ്വേഴ്സ് എഫക്ട്സ് ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഡ്രഗ് സേഫ്റ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡ്രഗ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഗൈഡ് ലൈൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. A qualified registered pharmacist should be employed for the supervision of the pharmacy. ഫാർമസി ആരുടെ നിയന്ത്രണത്തിലായിരിക്കണം? ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിന്റെ അണ്ടറിലായിരിക്കണം ആ ഫാർമസി പ്രവർത്തിക്കുന്നത്. അയാളുടെ സൂപ്പർവിഷനിലായിരിക്കണം ആ ഫാർമസി മുന്നോട്ട് പോകുന്നത്. നോൺ ഫാർമസിസ്റ്റ് ഷുഡ് നോട്ട് ബി പെർമിറ്റഡ് ടു ഡിസ്പെൻസ് ഡ്രഗ്സ്. നോൺ ഫാർമസിസ്റ്റ് ആയിട്ടുള്ള ആരും തന്നെ ഡ്രഗ് ഡിസ്പെൻസ് ചെയ്യാൻ പാടില്ല. Sufficient number of qualified staff should be employed for adequate coverage of pharmacy. ഫാർമസിയിലേക്ക് ആവശ്യമായ adequate staff, sufficient number of qualified staff തന്നെ ഉണ്ടായിരിക്കണം. ക്വാളിഫൈഡ് സ്റ്റാഫിനെ തന്നെ എംപ്ലോയ് ചെയ്തിരിക്കണം. Hospital should provide adequate safe workplace and safe storage facilities. ഡ്രഗ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതിനായിട്ട് അഡിക്വേറ്റ് വർക്ക് പ്ലേസും
സ്റ്റോറേജ് ഫെസിലിറ്റീസും ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് an autonomic stop order regulation for dangerous drugs. ഡേഞ്ചറസ് ഡ്രഗ്സിന്റെ കേസിൽ ഓട്ടോണോമിക് സ്റ്റോപ്പ് ഓർഡർ റെഗുലേഷൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റൽ ഷുഡ് ഹാവ് ഡ്രഗ് ഫോർമുലറി പീരിയോഡിക്കലി റിവൈസ്ഡ് ആൻഡ് അപ്ഡേറ്റഡ്. നമ്മൾ പറഞ്ഞു ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി ഡെവലപ്പ് ചെയ്യുന്നത് എന്ന്. അപ്പൊ ആ ഹോസ്പിറ്റൽ ഫോർമുലറി പീരിയോഡിക്കലി റിവൈസ് ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും വേണം. Poisonous materials should be separated from non-poisonous materials. Similarly, external and internal preparations. അപ്പൊ poisonous and non-poisonous materialsഉം external and internal preparationsഉം എല്ലാം സെപ്പറേറ്റ് ചെയ്ത് തന്നെ വെച്ചിരിക്കണം. Hospital should permit pharmacists to engage in teaching program to medical staff. നമ്മുടെ ഹോസ്പിറ്റലിൽ ആരൊക്കെയാണോ ഡ്രഗ്സ് ഹാൻഡിൽ ചെയ്യുന്നത് അവർക്കൊക്കെ ആവശ്യമായ ട്രെയിനിങ് ഫാർമസിസ്റ്റ്, അവർക്ക് ആവശ്യമായ ടീച്ചിങ് പ്രോഗ്രാം ഫാർമസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓൾ നഴ്സിംഗ് ഡ്രഗ് സ്റ്റേഷൻ ഷുഡ് ബി പീരിയോഡിക്കലി ഇൻസ്പെക്ടഡ് ടു റിമൂവ് ഡിറ്റീരിയോറേറ്റഡ് ആൻഡ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. അപ്പോൾ നഴ്സിംഗ് സ്റ്റേഷനിൽ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും പേഷ്യന്റിന്റെ പെട്ടെന്നുള്ള എമർജൻസി നീഡിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം അത്തരത്തില് നഴ്സിംഗ് വാർഡുകളിൽ നഴ്സിംഗ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ പീരിയോഡിക്കലി ഇൻസ്പെക്ട് ചെയ്യുകയും അതിനകത്ത് ഡിറ്റീരിയറേറ്റഡ് ആയിട്ടുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് റിമൂവ് ചെയ്യുകയും വേണം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റോൾ ഓഫ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഇൻ അഡ്വേഴ്സ് ഡ്രഗ് മോണിറ്ററിംഗ്. നേരത്തെ നമ്മൾ പഠിച്ചത് റോൾ ഓഫ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഇൻ ഡ്രഗ് സേഫ്റ്റി ആയിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റോൾ ഓഫ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഇൻ അഡ്വേഴ്സ് ഡ്രഗ് മോണിറ്ററിംഗ്. An adverse drug reaction is defined as any unusual or unexpected harmful reaction from a drug. ഒരു ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന അൺയൂഷ്വൽ ഓർ അൺഎക്സ്പെക്റ്റഡ് ഹാർംഫുൾ റിയാക്ഷനെയാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Every case of adverse reaction must be first reported by the attending physician to the chairman of pharmacy and therapeutic committee. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടായി എന്ന് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഫിസിഷ്യൻ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ചെയർമാനെ അങ്ങനെ ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അത് അയാളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. Attending physician should complete the adverse drug reaction report form. Adverse drug reaction report form attending physician തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. Role of pharmacy and therapeutic committee in developing emergency drug list. ഹോസ്പിറ്റൽ ഫോർമുലറി പ്രിപ്പയർ ചെയ്യുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഡ്യൂട്ടി ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എമർജൻസി ഡ്രഗ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലുള്ള ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ റോൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. Pharmacy and Therapeutic Committee of a hospital must prepare emergency drug boxes or stat boxes containing emergency drugs readily available at bedside for use. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള വാർഡിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് എമർജൻസി കെയറിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് എല്ലാം അവരുടെ ബെഡ് സൈഡിൽ തന്നെ കീപ്പ് ചെയ്തിരിക്കണം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള എമർജൻസി ഡ്രഗ് ബോക്സസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. അങ്ങനെ അത്തരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള എമർജൻസി ഡ്രഗ്സ് നഴ്സിംഗ് സ്റ്റാഫോ അല്ലെങ്കിൽ നഴ്സിംഗ് സുപ്പീരിയറോ ഒരു ഫാർമസിസ്റ്റോ ഡെയിലി ചെക്ക് ചെയ്തിരിക്കണം. അവര് ഡെയിലി റിവ്യൂ ചെയ്തിരിക്കണം. ഇനി നമ്മൾ നോക്കുന്നത് എമർജൻസി ഡ്രഗ് ലിസ്റ്റിൽ എന്തൊക്കെ സപ്ലൈസ് അല്ലെങ്കിൽ എന്തൊക്കെ ഡ്രഗ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. സപ്ലൈസ് ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ എമർജൻസി ബോക്സ്, സിറിഞ്ചസ്, നീഡിൽസ്, ആംബ്യൂൾ ബ്രേക്കേഴ്സ് അതെല്ലാം തന്നെ എമർജൻസി ബോക്സിൽ ഉണ്ടായിരിക്കും. ഇനി എമർജൻസി ബോക്സിൽ വേണ്ട ഡ്രഗ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. അത് ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി മാത്രമേ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പാടത്തുള്ളൂ. അമിനോഫിലിൻ, അട്രോപ്പിൻ സൾഫേറ്റ്, ഹെപ്പാരിൻ, എപ്പിനെഫ്രിൻ, നലോഫിൻ, പെൻഡസോസിൻ, പെൻഡോബാർബിറ്റോൺ, ഡിഗോക്സിൻ, മാനിറ്റോൾ, സലൈൻ ഫോർ ഇഞ്ചക്ഷൻ, വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ ഇത്രയും ഡ്രഗ്സ് എമർജൻസി ബോക്സിൽ ഉണ്ടായിരിക്കണം. സപ്ലൈസ് ഫോർ ക്യാബിനറ്റ് യൂട്ടിലിറ്റി റൂം, വീനസ് കാനുലേഷൻ സെറ്റ്, വീനസ് കത്തീറ്റേഴ്സ്, ഓക്സിജൻ കത്തീറ്റേഴ്സ്, റേസർ വിത്ത് ബ്ലേഡ്സ് ഇത്രയും ക്യാബിനറ്റ് യൂട്ടിലിറ്റി റൂം സപ്ലൈസിൽ ഉണ്ടായിരിക്കണം. അതർ എമർജൻസി സപ്ലൈസ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ എക്യുപ്മെന്റ്, റിസസിറ്റേഷൻ കാർഡ്സ്, ട്രക്കിയോട്ടമി സെറ്റ്സ്, ബേൺ ഷീറ്റ്സ് ഇത്രയൊക്കെയാണ് എമർജൻസി ബോക്സിൽ വേണ്ട സപ്ലൈസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റോൾ ഓഫ് PTC ഇൻ ഡ്രഗ് യൂട്ടിലൈസേഷൻ ആൻഡ് ഇൻ ഡ്രഗ് പ്രൊഡക്റ്റ് ഡിഫക്ട് മോണിറ്ററിംഗ്. ഡ്രഗ് യൂട്ടിലൈസേഷൻ ആൻഡ് ഡ്രഗ് പ്രൊഡക്റ്റ് ഡിഫക്ട് മോണിറ്ററിംഗിലുള്ള PTCയുടെ
ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ റോൾ നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞു. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഡ്രഗ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഡ്രഗ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതിനായി മെഡിക്കൽ സ്റ്റാഫിനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ആവശ്യമായിട്ടുള്ള സജഷൻസും റെക്കമെൻഡേഷൻസും എല്ലാം നൽകുന്നതും, ഹോസ്പിറ്റൽ സ്റ്റാഫിനെ ഫിസീഷ്യൻസിനെയൊക്കെ ആവശ്യമായ പ്രോഗ്രാംസ്, എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മളിവിടെ നോക്കുന്നത് ഡ്രഗ് യൂട്ടിലൈസേഷനും ഡ്രഗ് പ്രൊഡക്ട് ഡിഫക്ട് മോണിറ്ററിംഗിലുള്ള ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ റോളാണ്. ഡ്രഗ് സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന്റെ ഒരു മേജർ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രഗ് സേഫ്റ്റി ഉറപ്പുവരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിലുള്ള പേഴ്സൺസിന്, ഹോസ്പിറ്റൽ സ്റ്റാഫ്സിന് സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാംസ് കൊടുത്തിരിക്കണം. അങ്ങനെ അവർക്ക് ആ സേഫ്റ്റി അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടിന്യൂസ് ഡ്രഗ് സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ കണ്ടിന്യൂസ് ഡ്രഗ് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു എഫക്റ്റീവ് റോൾ ആർക്കാണുള്ളത്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്കാണുള്ളത്. ഒരു ഹോസ്പിറ്റലിൽ ഡ്രഗ് സേഫ്റ്റി കണ്ടിന്യൂസ്ലി ഉറപ്പുവരുത്തണം എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫ്സിന് ഒരു സേഫ്റ്റി അവയർനെസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. സോ അത് എൻഷുർ ചെയ്യുന്നത് ആരാണ്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ്. ഇനി നമുക്ക് അത് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കണ്ടിന്യൂസ് ഡ്രഗ് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എംപ്ലോയ്മെന്റ് ഓഫ് ക്വാളിഫൈഡ് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് വിത്ത് അറ്റ്ലീസ്റ്റ് PPharm ഡിഗ്രി ഹോൾഡർ ആസ് ചീഫ് ഫാർമസിസ്റ്റ് ആൻഡ് റെസ്റ്റ് ആർ ഡിപ്ലോമ ഹോൾഡേഴ്സ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഡ്രഗ് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിന്റെ അണ്ടറിലായിരിക്കണം ഫാർമസി പ്രവർത്തിക്കുന്നത്. BPharm ഹോൾഡർ, അറ്റ്ലീസ്റ്റ് BPharm ഹോൾഡർ ആയിരിക്കണം അവിടെ ചീഫ് ഫാർമസിസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഡിപ്ലോമ ഹോൾഡേഴ്സ് ആയാലും കുഴപ്പമില്ല. ഡിസ്പെൻസിങ് റോൾ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഫാർമസിസ്റ്റ് ആയിരിക്കണം. അത് ഫാർമസിസ്റ്റിന്റെ മാത്രം ഡ്യൂട്ടിയാണ്. നോൺ ഫാർമസിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്കും മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യാനായിട്ട് പാടില്ല. സഫീഷ്യന്റ് നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് നമ്മൾ എവിടേക്ക്, ഫാർമസിയിലേക്ക് എംപ്ലോയ് ചെയ്തിരിക്കണം. അഡീക്വേറ്റ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. പോയ്സണസ് മെറ്റീരിയൽസും നോൺ പോയ്സണസ് മെറ്റീരിയൽസും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇന്റേണൽ എക്സ്റ്റേണൽ പ്രിപ്പറേഷൻസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഫാർമസിയിലേക്ക് ആവശ്യമായ അഡീക്വേറ്റ് എക്വിപ്മെന്റ്സ് എല്ലാം അവിടെ തന്നെ ഉണ്ടായിരിക്കണം. ഇൻഹൗസ് മാനുഫാക്ചറിങ് നടക്കുന്നുണ്ടെങ്കിൽ GMP റെഗുലേഷൻസ് എല്ലാം തന്നെ ഫോളോ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഫാർമസിയിൽ നിന്ന് നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലീഗൽ റിക്വയർമെന്റ്സ് അനുസരിച്ചായിരിക്കണം ചെയ്യുന്നത്. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് സ്റ്റോക്ക് ചെയ്യുന്നതും ഇഷ്യൂ ചെയ്യുന്നതും ലീഗൽ റിക്വയർമെന്റ്സ് അനുസരിച്ച് ആയിരിക്കണം. ഹോസ്പിറ്റൽ ഫോർമുലറി പ്രിപ്പയർ ചെയ്യുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ്. അപ്പൊ അത് റിവ്യൂ ചെയ്യുക, പീരിയോഡിക്കലി റിവ്യൂ ചെയ്യുക, റിവൈസ് ചെയ്യുക, അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുക എന്നുള്ളതും ആരുടെ റോളാണ്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ റോളാണ്. എക്സ്പയർഡ് ഡിറ്റീരിയോറേറ്റഡ് ഡ്രഗ്സ് ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈബ്രറി, ഡോക്യുമെന്റേഷൻ ഫെസിലിറ്റി എന്നിവയെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഡ്രഗ് യൂട്ടിലൈസേഷൻ ആൻഡ് ഡ്രഗ് പ്രൊഡക്റ്റ് ഡിഫക്റ്റ് മോണിറ്ററിംഗിൽ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയെ കുറിച്ചായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? 3 ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ കോമ്പസിഷൻ നമ്മൾ നോക്കി. അതുപോലെ തന്നെ റോൾ, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഡിഫറെന്റ് റോൾസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോസ് 1-2 തവണ കണ്ട് പോയിന്റ്സ് എല്ലാം കൃത്യമായി മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഷോർട്ട് നോട്ട്സ് കൂടെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പഠിക്കാനായിട്ട്. അപ്പൊ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാമിലോട്ട് ഇനി അധിക ദൂരം ഇല്ല. വളരെ നന്നായി തന്നെ ഓരോ ദിവസവും പഠിച്ച് മുന്നോട്ട് പോവുക. താങ്ക് യു.